നിങ്ങളെപ്പോലെ ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? നല്ല രസകരമായൊരു ഇതാണ്. നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും തിരുവനന്തപുരത്ത്. ഇതിൻ്റെ റൂട്ട് ഏതാണെന്നുള്ളവരെ ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് അദ്ദേഹത്തോട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അല്ലെങ്കിലും അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നല്ല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചൊരു ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും നമ്മൾ തീരുമാനം ടൂറിസം മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു ടൂറിസം അട്രാക്ഷനാണിത്. ശരിക്കും ഒരു തിരുവനന്തപുരം നഗരം കാണുന്നതിനുള്ള ഒരു നല്ല മനോഹരമായൊരു അത് വേറെ ട്രിപ്പായിട്ടായിരിക്കും. അല്ല റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിന് ഇത് പറ്റില്ല. ഇതൊരു ആസ്വദിച്ച് അതിൻ്റെതായ ടൈം എടുത്ത് സ്ഥലങ്ങൾ കണ്ട് ശംഖുമുഖം തുടങ്ങി കവടിയാർ വരെ പോയി എല്ലാം ടൗൺ കിഴക്കേക്കോട്ട അങ്ങനെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിനാണ് നല്ലത്. നവകേരള ബസ്സും മോഡിഫൈ ചെയ്ത് വരാൻ പോവുകയാണ്. അത് ദീർഘദൂര ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കും. നവകേരള ബസ് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മളത് ദീർഘദൂര ടൂറിസം പദ്ധതി, ടൂറിസത്തിന് വേറെ നമ്മൾ KSRTC വേറെ ബസ്സുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട്. അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും, ലാഭകരമായത് പുതിയത് കണ്ടുപിടിക്കും. ഇപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ആവശ്യം വന്നത് പാലാ ഈരാറ്റുപേട്ട വാഗമൺ പിന്നെ ഇലവീഴ പൂഞ്ചോല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റ് ഓപ്പറേഷൻ വേണമെന്ന്. അപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ KSRTCയുടെ ടൂറിസം പദ്ധതി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശികൾ വരുന്നു എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ, എന്തെങ്കിലും ഒരു 2 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒരു ടൂർ പോകുന്ന ഒരു രീതിയുണ്ട്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവുക, കാഴ്ചകൾ കാണുക. അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള സൗകര്യങ്ങൾ KSRTC മുഖാന്തരം ജനങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും. ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ അങ്ങ് പറഞ്ഞ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് അതിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് സ്മാർട്ട് സിറ്റിയിൽ ഇത്തരം ബസ്സുകൾ ലഭിക്കുന്നത്. KSRTC വാങ്ങുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസക്ക് 4 ബസ്സുകൾ വാങ്ങാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്ത തരത്തിലുള്ള ചില ചർച്ചകൾ വെറുതെ പറയുന്നില്ലേ. ഞാൻ പറഞ്ഞ വില വെച്ച് നോക്കിയാൽ കറക്റ്റ്. നമ്മളിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞ് എടുത്ത് വെളിയിലിടാൻ പറ്റും. ചുമ്മാ കാശ് കിട്ടണ്ടേ? ഓടിക്കുന്നത് KSRTCയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത്. അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ KSRTCയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടില്ലേ? അതംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ, ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ? അത് ഓസിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട്. കാട് കയറിയ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മൾ ആരുടെ പണം, കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ. ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. ന്യായം നിരത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ GST ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പാലിന് വരെ ഒരു പാല് വാങ്ങിച്ചാൽ വരെ, കുഞ്ഞിന് കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ, പാൽപ്പൊടി വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട്. ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും എന്ന് ചിന്തിച്ചേ പറ്റും. പ്രത്യേകിച്ച് KSRTC ഗവൺമെൻറ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ KSRTCയെ നിലനിർത്തണം, ജനങ്ങളെ നിലനിർത്തണം. അതിനാവശ്യമായ പണം ഞാൻ ഇന്നലെയും പറഞ്ഞു. എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, KSRTCയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല. 500 കോടിയിലധികം രൂപ അല്ലേ, 500 കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട്. അത് അവർക്ക് വേണ്ട. അവർക്ക് പിന്നെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല, കാരണം റെഗുലറാവുണ്ട് ഇത്. അപ്പോൾ അതെല്ലാം അടച്ചു കൊടുക്കണം. ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കണം. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഡീസലുകാരന് പൈസ കൊടുക്കുന്നു അല്ലാതെ ഈ ഡീസൽ കമ്പനിക്കേ ലാഭമുള്ളൂ. നമുക്കൊന്നും ഒരു ഗുണമില്ല. അങ്ങനെ പോയിട്ട് കാര്യമില്ല. പരിസ്ഥിതി സൗഹൃദമാണ് ലോകം മുഴുവൻ ഇങ്ങനെ ഈ ഡീസലൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡീസലിനെ നമ്മൾ ഓരോ ടെറൈനാണ്, ഓരോ ഭൂപ്രദേശത്തിൻ്റെ ഘടന അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. വളരെ ട്രാഫിക് കുറഞ്ഞതും. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ്, വളരെ വിജനമായ സ്ഥലങ്ങളാണ്. കേരളം ആസിച്ച് ഒരു സിറ്റിയാണ്. നമ്മൾ ആളുകളെ കയറ്റാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗിയർ മാറിയേ പോകാൻ പറ്റുള്ളൂ. ഒരു ബസ്സിൽ എത്ര പേര് കയറി? ഇപ്പോൾ ഇവിടെ നിന്ന് 100 പേര് എന്നൊരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകണം, ബാറ്ററി ബസ്സുമായിട്ട്. ഒരു 15 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തല ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല, ഇത് ചരിത്രമാണ്. നടന്ന സംഭവമല്ലേ പറയുന്നത്. ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് പറയാം. ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. കാരണം 15 നല്ല തടിയുള്ള ആൾക്കാർ, എന്നെ പോലെ തടിയുള്ള ആൾക്കാർ, നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും. വെയിറ്റ് കൂടുതലല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഡീസൽ വെഹിക്കിൾ പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല. ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല. ഡബിൾ ഡക്കർ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട്. പഴയ വണ്ടി, ഡീസൽ വലിയ വണ്ടി, അത് 2001 ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ. ഇത് 2ാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ്. ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം.
ഇവിടെയുള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് വാങ്ങാൻ വേണ്ടി ഇവിടെ അയക്കും. ഡീസൽ അങ്ങോട്ട് അയക്കും. തലശ്ശേരിക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. സ്പീക്കർ അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി, മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ. അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ്. വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും. അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ഫെയർ ആയിരിക്കും. ഇത് നഗരവികസന വകുപ്പുമായിട്ട് കൊണ്ടൊന്ന് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടാണ് ഉദ്ഘാടനം. വേറെ ഒരു 10-20 വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. റേറ്റൊക്കെ ഇതിന്റെ റേറ്റ് തീരുമാനിച്ചില്ല. അത് ടൂറിസം പർപ്പസിനാണ്. ഡബിൾ ഡക്കർ. മറ്റു വണ്ടികൾ 10 രൂപ ഇന്നലെ ഞാൻ പറഞ്ഞില്ല. 10 രൂപ പരിപാടിയില്ല. അല്ല, അത് മിനിസ്റ്റേഴ്സിന്റെ കൂടെ ഡേറ്റ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററെയും MP രാജേഷ് മിനിസ്റ്ററെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇവരെല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യണം. മേയറും ഇല്ല, അതൊന്നുമില്ല. അതൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. അവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ 10 രൂപ കൊടുത്തേ. നമുക്ക് ഇത് നിലനിൽക്കണ്ടേ, എന്ന് ഓടണ്ടേ, അത് ആലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കയിടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം. ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് ചിലവാക്കി. അല്ല, അന്ന് വന്നപ്പം ആള് കയറാൻ വേണ്ടി ഒരു ചെയ്തതാണെന്നാണ് MP പറയുന്നത്. പക്ഷെ അത് നമ്മൾ കണക്ക് നോക്കും. കാരണം ഞാൻ KSRTC യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്ക് കൊടുത്തേക്കുന്ന ഉറപ്പ്, കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം. ഊഹ കണക്കാണ്, അത് പറ്റൂല. കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നുമില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആള് കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. കേരളത്തിൽ ആദ്യ എയർ കണ്ടീഷൻ വോൾവോ ബസ് വാങ്ങിച്ച് ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2002 വൻ വിജയമായിരുന്നു അത്. അതിനുശേഷമാണ് തമിഴ്നാടും ആന്ധ്രയെല്ലാം അത് കർണാടകയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. നമ്മളെല്ലാ പരിഷ്കാരത്തിലും മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അവർ നല്ല അടിച്ചുപൊളി ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. നല്ല ഫുഡിന് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി കഴിയുകയും നമ്മൾക്ക് ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട്. പിസ്സ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്, ചിക്കൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ ചോദിച്ചാൽ മിനിമം ഒന്ന് കയറിയാൽ 500 രൂപ കുറഞ്ഞ് 1000 രൂപ കുറഞ്ഞ് ഇറങ്ങാനൊക്കില്ല 2 പേര് കയറിയാൽ. പക്ഷേ ആളിന് കുറവുണ്ടോ? അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയണ്ട.